ഹലോ ഹലോ മക്കളെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ മലയാളം പാഠം 6 പറക്കും വീട്. ഒരു വ്യത്യസ്തമായൊരു പാഠഭാഗമാണിത് കേട്ടോ. നമ്മൾ വീട്ടിലുള്ള എല്ലാവരും പലതരത്തിലായിട്ട് വീട്ടിന് പുറത്തേക്ക് പോകാറുണ്ട് അല്ലേ? കുട്ടികളെല്ലാവരും പഠിക്കാൻ പോകുന്നു, അമ്മയും അച്ഛനും ജോലിക്ക് പോകുന്നു. പിന്നെ പല വീടുകളിലും മുത്തശ്ശിയും മുത്തശ്ശനും ഇപ്പോൾ ഇല്ല. അപ്പോൾ ഈ വീട് ആലോചിക്കുകയാണ്, വീടിനും ഒരു യാത്ര പോകണം, പുറത്തുള്ള കാഴ്ചകളൊക്കെ കാണണം എന്നൊക്കെ വീട് ആഗ്രഹിക്കുകയാണ്. നമ്മളൊരിക്കലും അത് ചിന്തിക്കില്ല അല്ലേ? കുട്ടികൾക്ക് തോന്നുന്നുണ്ടോ വീടിനും യാത്ര പോകാൻ ആഗ്രഹമുണ്ടെന്ന്? അതുപോലെ വ്യത്യസ്തമായ രസകരമായ ഒരു കഥയാണ് പറക്കും വീട് എന്നുള്ളത്. ഒരു കുഞ്ഞു വീട് യാത്ര പോയത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയണ്ടേ? അതുപോലെ യാത്രയിൽ കണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? കുഞ്ഞു വീട് കണ്ട മറ്റു വീടുകൾ ഏതൊക്കെയാണ്? ഇങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ നമുക്കും അറിയാം. അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. പറക്കും വീട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുകയും ചെയ്യണേ. അപ്പം നമുക്ക് നോക്കാം പറക്കും വീട്. പറക്കും വീട്ടിൽ ആദ്യം തന്നെ ചിത്രത്തിൽ നിന്നാണ് തുടങ്ങുന്നത് അല്ലേ? നല്ലൊരു ചിത്രമാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. മുത്തശ്ശിയുണ്ട്, അച്ഛനുണ്ട്, അമ്മയുണ്ട്, അതുപോലെ കുട്ടികളുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു നല്ല ചിത്രം. അതുപോലെ വീടിന് മുറ്റത്ത് മരങ്ങളുണ്ട്, പ്ലാവിൽ കായ്ച്ചു കിടക്കുന്ന ചക്കയുണ്ട്, ചെടികളുണ്ട്, പൂക്കളുണ്ട് അല്ലേ? നല്ലൊരു വീടാണിത്. ഇത് എവിടുത്തെ വീടാണ്? മൈലാഞ്ചി മലയിലെ വീടാണിത്. തൊടിയിൽ വാഴയും തെങ്ങും പ്ലാവും എല്ലാം ഉണ്ട് അല്ലേ? അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു രസം. ഇതിൽ വീൽ ചെയറിലിരിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട് അല്ലേ? ആ കുട്ടി ഷട്ടിൽ കളിക്കുന്നുണ്ട്. ആ കുട്ടിയുടെ അനിയനും അതിനു വേണ്ടി ഏട്ടനോ ആരാണെങ്കിലും അനിയനും അതിനവളെ സഹായിക്കുന്നുണ്ട്. അവൾക്കനുസരിച്ച് ഇത് ഇട്ടുകൊടുക്കുകയൊക്കെ വേണമല്ലോ. അതുപോലെ ഒരു നായ ഉണ്ട്. നായ കളി കണ്ടുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. അമ്മൂമ്മയുടെ അടുത്തായിട്ട്, മുത്തശ്ശിയുടെ അടുത്തായിട്ട് ഒരു കുട്ടി ഇരിക്കുന്നുണ്ട്. അച്ഛൻ ചെടി നനയ്ക്കുന്നുണ്ട് അല്ലേ? അങ്ങനെ നല്ലൊരു മനോഹരമായ ഒരു കുടുംബ ചിത്രമാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. നിങ്ങൾക്കും ഇങ്ങനത്തെ വീട് ഇഷ്ടമാവും അല്ലേ? ഇതുപോലെ നിറയെ ആളുകളും വേണം, അപ്പോഴാണ് വീട് നല്ല രസമാവുക. ഇതിൽ വീടിനെ കുറിച്ചിട്ടുള്ള ഒരു കവിതയാണ് ആദ്യം തന്നെ തന്നിട്ടുള്ളത്. നമുക്ക് ആ കവിത ഒന്ന് ചൊല്ലി നോക്കിയാലോ? മൈലാഞ്ചി മലയിലെ കുഞ്ഞു വീട്, പുലർകാല മഞ്ഞും പുതച്ചു നിൽപ്പു, മുറ്റത്തു ചേലുള്ള പൂക്കളുണ്ടേ, ചുറ്റിലും പച്ചപ്പ് കാവലുണ്ടേ, അച്ഛനും അമ്മയും വീട്ടിലുണ്ടേ, മക്കളുടെ കളിച്ചിരികൾ കൂട്ടിനുണ്ടേ, പാട്ടും പഴങ്കഥ കൂട്ടവുമായി പൂവട്ടി മെടയുന്ന മുത്തശ്ശിയും. കൊച്ചുവീടിനെ കുറിച്ചിട്ടുള്ള കവിത കേട്ടോ? നിങ്ങൾക്ക് ഇഷ്ടമായോ? വീടിനെ കുറിച്ചിട്ടുള്ള കുറേ വിവരങ്ങൾ ഈ കവിതയിൽ പറയുന്നുണ്ട് അല്ലേ? എങ്ങനെയൊക്കെയുള്ള വീടാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? പുലർകാല മഞ്ഞും പുതച്ച് നിൽക്കുന്ന വീടാണ്. മുറ്റത്ത് ധാരാളം ചെടികളും പൂക്കളൊക്കെ ഉണ്ട്. ചുറ്റിലും പച്ചപ്പ് നിറഞ്ഞതാണ് ഈ വീട്. അച്ഛനും അമ്മയും മുത്തശ്ശിയും മക്കളും എല്ലാമുള്ള വീടാണ്. മുത്തശ്ശിക്ക് പാട്ടും പഴങ്കഥകളും അറിയാം. ഇങ്ങനെ ഈ വീടിനെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ പാട്ടിൽ നമ്മൾ കേട്ടു അല്ലേ? പാട്ട് എല്ലാവരും ചൊല്ലി പഠിക്കണം കേട്ടോ. ഇനി നോക്കാം. ഞാനാണ് കുഞ്ഞു വീട്. കുഞ്ഞു വീട് പറയുന്നത് നോക്കൂ. മൈലാഞ്ചി മലയുടെ കിഴക്കേ ചെരുവിലെ കുഞ്ഞു വീട്. ഇത് വേറൊരു വീടാണ് അല്ലേ? മൈലാഞ്ചി മലയുടെ കിഴക്കേ ചെരുവിലുള്ള കുഞ്ഞു വീടാണ്. ഈ കുഞ്ഞു വീടിൻ്റെ മുഖത്ത് നോക്കൂ, ഒരു വിഷമമുണ്ട് അല്ലേ? എബിയും യാമിയും ജോബിനുമെല്ലാം പുറത്തു പോയതാണ്. എത്ര കാലമായി ഞാനിങ്ങനെ ഒരേ നിൽപ്പ്? വീട് ആലോചിക്കുകയാണ്. ഞാൻ എങ്ങോട്ടും പോവാതെ ഇവിടെ കുറേ കാലമായി ഒരേ നിൽപ്പാണല്ലോ. ഇനി വയ്യ. വീട്ടുകാരെല്ലാവരും പുറത്തു പോകുന്നു. അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നു, മക്കൾ സ്കൂളിൽ പോകുന്നു,
ആശുപത്രിയിലും അങ്ങാടിയിലും പോകുന്നു, സിനിമയ്ക്കും നാടകത്തിനും പോകുന്നു, വിരുന്നിനും വിനോദയാത്രയ്ക്കും പോകുന്നു, ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും പോകുന്നു. ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ കുറ്റിയടിച്ചതുപോലെ. ഒന്ന് കറങ്ങിയാലോ? പോയാൽ വീട്ടുകാർ വിഷമിക്കില്ലേ? എഴുതി വച്ചിട്ട് പോകാം. വീട് പോവാൻ പോവാണ് കേട്ടോ. അപ്പോൾ വീട് പറയാണ്, നമ്മുടെ വീട്ടുകാർ വിഷമിക്കില്ലേ? എഴുതി വച്ചിട്ട് പോകാം. എങ്ങനെ പോകും? നടന്നു പോകാനാവില്ലല്ലോ, കാലുകളില്ലല്ലോ. പറന്നു പോകാനാവില്ലല്ലോ, ചിറകുകളില്ലല്ലോ. ഉരുണ്ടു പോകാനാവില്ലല്ലോ, ചക്രവുമില്ലല്ലോ. ആകെ വിഷമിച്ച് നിൽക്കുകയാണ് വീട് അല്ലേ? എങ്ങനെ പോകും? ആര് സഹായിക്കും? ഞാൻ സഹായിക്കാം. ആരാത്? കുഞ്ഞു വീടിനെ തൊട്ടു തലോടിക്കൊണ്ടുവന്ന കാറ്റ് പറഞ്ഞു. ആരാണ് സഹായിക്കാൻ ഏറ്റതിപ്പോൾ? കാറ്റാണ്. അങ്ങനെ കാറ്റിൻ്റെ തോളിലേറി വീട് ആകാശത്തേക്ക് പറന്നുയർന്നു. അപ്പോൾ വീട്ടുകാർ വിഷമിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞു വീട് ഇവിടെ എന്തോ എഴുതി വെക്കണമെന്ന് പറഞ്ഞിരുന്നല്ലോ. എന്താകും കുഞ്ഞു വീട് എഴുതി വെച്ചിട്ടുണ്ടാവുക? പ്രിയമുള്ള വീട്ടുകാരെ, എന്നെ കാണാതെ നിങ്ങൾ വിഷമിക്കണ്ട. നിങ്ങൾ പോകുന്നത് പോലെ ഞാനും ഒരു യാത്ര പോകുന്നു. കാഴ്ചകളൊക്കെ കണ്ട് അധികം താമസിക്കാതെ ഞാൻ തിരിച്ചു വരാം. സ്നേഹപൂർവം കുഞ്ഞു വീട്. ഇങ്ങനെ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടായിരിക്കും നമ്മുടെ കുഞ്ഞു വീട് പോയിട്ടുണ്ടാവുക. ഹായ്, എന്തെല്ലാം കാഴ്ചകൾ! കുഞ്ഞു വീട് എന്തെല്ലാം കാഴ്ചകളാണ് കണ്ടിട്ടുണ്ടാവുക. കാറ്റിൻ്റെ കൈകളിലേറി പറന്നാണ് കുഞ്ഞു വീട് പോകുന്നത്. ധാരാളം കാഴ്ചകൾ കാണാം അല്ലേ? ആ യാത്രയിൽ വീട് കണ്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെ പാട്ടും പാടിയാന്ന് പോകുന്നത് കേട്ടോ. തിന്തകത്തിന്തകത്താരോ തകത്തെയ്തകത്തെയ്തകത്താരോ, തിന്തകത്തിന്തകത്താരോ തകത്തെയ്തകത്തെയ്തകത്താരോ. കാറ്റിൻ്റെ കൈകളിൽ തൂങ്ങി നീലവാനിൽ പറക്കുന്നു വീട്. പച്ചയിൽ പാൽ നിറം തുന്നി പുഴ വെള്ളക്കര പോലെ മിന്നി. ആരോ വരച്ചതുപോലെ താഴെ നാടൊരു ചിത്രമായി കണ്ടു. തിന്തകത്തിന്തകത്താരോ തകത്തെയ്തകത്തെയ്തകത്താരോ. കവിതയാണ് അല്ലേ? ഈ കവിതയിൽ എന്താണ് കുഞ്ഞു വീട് കണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആകാശത്തിലൂടെ സഞ്ചരിച്ചപ്പോൾ താഴെയായി പച്ച സാരിയിൽ വെളുത്ത കര പോലെ ഭൂമിയിലൂടെ ഒഴുകുന്ന പുഴ കണ്ടു. ഭൂമി നല്ല പച്ച നിറത്തിലാണ്. അതിൻ്റെ ഒരു കര പോലെ പുഴ ഒഴുകുന്നത് കണ്ടു. അപ്പോൾ ഭൂമി പച്ചപ്പ് നിറഞ്ഞ ഭൂമി പച്ച സാരിയാണ് കേട്ടോ. അതിൻ്റെ വെളുത്ത കരയാണ് പുഴ. അപ്പോൾ പച്ച സാരിയിൽ ഒരു വെളുത്ത കര പോലെ ഭൂമിയിലൂടെ ഒഴുകുന്ന പുഴ കണ്ടു. പിന്നെ തൻ്റെ നാട് ആരോ വരച്ച ഒരു ചിത്രം പോലെയാണെന്ന് കുഞ്ഞു വീടിന് തോന്നി. പിന്നെന്തെല്ലാം കണ്ടിട്ടുണ്ടാകും? മാനം മുട്ടേ ഉയർന്നു നിൽക്കുന്ന സൗധങ്ങൾ, വീടുകൾ. ഏതെല്ലാം തരത്തിലുള്ള വീടുകൾ? അതാണ് നിങ്ങളുടെ അടുത്ത പ്രവർത്തനം. അതാണ് ഏതെല്ലാം തരത്തിലുള്ള വീടുകൾ. ഏതെല്ലാം തരത്തിലുള്ള വീടുകൾ? ഇപ്പോൾ ഇവിടെ കുറേ ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഓലമേഞ്ഞ വീട്, ഓടുമേഞ്ഞ വീട്, കോൺക്രീറ്റ് വീട്, ഷീറ്റിട്ട വീട്. ഈ 4 തരം വീടുകളുണ്ട് അല്ലേ? ഇപ്പോൾ നമ്മുടെ നാട്ടിലായിട്ട് ഈ ഓലമേഞ്ഞ വീട് അങ്ങനെ കാണുന്നില്ല. ഓടുമേഞ്ഞ വീട് തന്നെ കുറഞ്ഞു വരികയാണ്. പുതിയതുണ്ടാക്കുന്നത് എല്ലാവരും കോൺക്രീറ്റ് വീട് ഉണ്ടാക്കി അതിൻ്റെ മുകളിലാണ് ഓടിടുന്നത് അല്ലേ? പിന്നെ ഷീറ്റിട്ട വീടുകളും കാണാറുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഓലമേഞ്ഞ വീട്, ഓടുമേഞ്ഞ വീട്, കോൺക്രീറ്റ് വീട്, ഷീറ്റിട്ട വീട് ഇങ്ങനെ എഴുതണം. കാറ്റിൻ്റെ ചിറകിലേറി വീട് പിന്നെയും മുന്നോട്ട് നീങ്ങി.
ഒത്തിരി ഒത്തിരി കാഴ്ചകൾ, മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന സൗധങ്ങൾ, നീണ്ടു നിവർന്നു കിടക്കുന്ന ടാറിട്ട റോഡുകൾ, കെട്ടിടങ്ങളുടെ നീണ്ട നിര, എങ്ങും തിക്കും തിരക്കും. ഹോ, ഇത്രയും വലിയ വീടോ? ഇത് നോക്കൂ, ഈ ഫ്ലാറ്റ് കണ്ടിട്ട് ഈ കുഞ്ഞു വീട് ആകെ അത്ഭുതപ്പെട്ടു. ഹോ, തല കറങ്ങുന്നുണ്ടാവണ്. ഇത്രയും വലിയ വീടോ എന്ന്. ഞാനൊരു വലിയ കെട്ടിടമാണ്. അപ്പോൾ ഈ ഫ്ലാറ്റ് കുഞ്ഞു വീടിനോട് പറയുന്നത് എന്താ നോക്കൂ, ഞാനൊരു വലിയ കെട്ടിടമാണ്, എന്നിൽ ധാരാളം കുടുംബങ്ങൾ താമസിക്കുന്നു. ഇതൊരു വീടല്ല അല്ലേ, കുറേ വീടുകൾ ചേർന്ന ഒരു കെട്ടിടമാണിത് അല്ലേ. പിന്നെ എന്തെല്ലാം കാണുന്നുണ്ട് നോക്കൂ, പോസ്റ്റ് ഓഫീസ്, ഹോസ്പിറ്റൽ, സ്കൂൾ, പിന്നെ ഒരുപാട് കടകൾ അല്ലേ, റോഡുകൾ, ഇതെല്ലാം കണ്ട് വീടങ്ങനെ ചുറ്റി നടക്കുകയാണ്. അടുത്ത പ്രവർത്തനം നോക്കാം. കഥയിൽ നിന്ന് കണ്ടെത്തി എഴുതാം. ഇവിടെ പൂരിപ്പിക്കണം. വന്ന കാറ്റ് എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. കാറ്റ് വന്നതിനെ കുറിച്ച് പറയുന്ന ആ വാചകമാണ് നമ്മളിവിടെ എഴുതേണ്ടത്. കുഞ്ഞു വീടിനെ തൊട്ടു തലോടിക്കൊണ്ടു വന്ന കാറ്റ്. ഇനി ഇവിടെ സൗധങ്ങൾ എന്ന് തന്നിട്ടുണ്ട്. ആ സൗധങ്ങൾ എന്ന് വരുന്ന വാചകം നിങ്ങൾ കണ്ടെത്തണം. എവിടെയാണത്? മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന സൗധങ്ങൾ. പിന്നെ ടാറിട്ട റോഡുകൾ എന്നുണ്ട്. അവിടെ എന്താണ് എഴുതേണ്ടത്? നീണ്ടു നിവർന്നു കിടക്കുന്ന ടാറിട്ട റോഡുകൾ. ഇപ്പം നമ്മുടെ വീട് എത്തിയിരിക്കുന്ന സ്ഥലം ഒരു പട്ടണമാണ് അല്ലേ, ഒരു ടൗണിലാണ് എത്തിയിട്ടുള്ളത്. അപ്പോൾ വീട് വിചാരിക്കുന്ന നോക്കൂ, ഹോ എന്തൊരു ചൂട്, ഒരു മരം പോലും ഇല്ല. അതാ അവിടെ ഒരു വീട് പണിയുന്നു. ഒരു മരം പോലും ഇല്ലാത്തത് കൊണ്ടാണ് ഇത്രയും ചൂട് അല്ലേ. അവിടെ ഒരു വീട് പണിയുന്നുമുണ്ട്. അപ്പോൾ അവിടെ ചെന്നിട്ട് അന്വേഷിക്കേണ്ടത് എന്താണ്? വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ അന്വേഷിച്ച് കണ്ടെത്താം. ഈ വീടുണ്ടാക്കാൻ വേണ്ടി ഏതെല്ലാം തൊഴിലറിയുന്ന ആൾക്കാർ വേണം? എൻജിനീയർ വേണം അല്ലേ, ആർക്കിടെക്റ്റ് അല്ലെങ്കിൽ എൻജിനീയർ. മരപ്പണികളൊക്കെ ചെയ്യാൻ ആര് വേണം? ആശാരിപ്പണി അറിയുന്ന ആൾ വേണം അല്ലേ, ആശാരി. പിന്നെ പൈപ്പ് അതേപോലെയുള്ള ഫിറ്റിങ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി പ്ലംബർ വേണം. പിന്നെ നിലം പണി, ടൈൽസോ അല്ലെങ്കിൽ മാർബിളോ അല്ലെങ്കിൽ ഗ്രാനൈറ്റോ എന്താണ്, കാവിയോ എന്താ ഇടുന്നതെന്ന് വെച്ചാൽ അങ്ങനത്തെ നിലം പണി ചെയ്യുന്ന ആളുകൾ വേണം. ടൈൽസ് പണിക്കാർ, മാർബിൾ പണിക്കാർ അല്ലേ. പിന്നെ നിർമ്മാണ തൊഴിലാളികൾ. നിർമ്മാണ തൊഴിലാളികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നോക്കൂ, ഇവിടെ ഇഷ്ടികയും സിമൻറ്റും മണലും ഒക്കെ ഏറ്റിക്കൊണ്ടു കൊടുക്കുന്ന ആളുകൾ വേണം. പിന്നെ കൽപ്പണിക്കാർ വേണം, തേപ്പ് പണിക്കാർ വേണം, ഇലക്ട്രീഷ്യൻ വേണം, പെയിൻറ്റർ വേണം. ഇങ്ങനെ ഒരുപാട് തൊഴിലാളികൾ ഒരു വീടുണ്ടാക്കാൻ ആവശ്യമാണ്. വീട് നിർമ്മാണത്തിന് ആദ്യം തന്നെ എന്ത് ചെയ്യണം, രണ്ടാമത് എന്ത് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള നിയമമുണ്ട് അല്ലേ. വീട് നിർമ്മാണത്തിന് ചില ഘട്ടങ്ങളുണ്ട്. വീട് നിർമ്മാണത്തിനുള്ള ആ ഘട്ടങ്ങൾ ക്രമത്തിലാക്കി വേണം എഴുതാൻ. എന്താണ് വീട് നിർമ്മാണത്തിൻ്റെ ഘട്ടങ്ങൾ? ആദ്യം തറ കെട്ടണം, തറയിൽ മണ്ണ് നിറയ്ക്കണം, കട്ടിള വെക്കണം, ചുമര് കെട്ടുന്നു, ജനൽ വയ്ക്കുന്നു, മേൽക്കൂര പണിയുന്നു, ചുമരിൽ സിമൻറ്റ് തേക്കുന്നു, തറയിൽ ടൈലിടുന്നു, വാതിലും ജനലും വയ്ക്കുന്നു, പെയിൻ്റ് അടിക്കുന്നു. ഇങ്ങനെ ക്രമത്തിൽ എഴുതുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ ക്രമത്തിൽ എഴുതുക. ചൊല്ലി രസിക്കാം എന്ന ഭാഗം നോക്കാം. അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് മനസ്സിലാവും. വീടുണ്ടാകുവതെങ്ങനെയാ, എങ്ങനെയാ, വിത്തു മുളച്ചോ കൊമ്പു തളിർത്തോ, വേരിൽ നിന്നും പൊട്ടി മുളച്ചോ, വീടുണ്ടാകുവതെങ്ങനെയാ,
എങ്ങനെ എങ്ങനെ എങ്ങനെയാ. ഒരു വീടുണ്ടാകുന്നത് എങ്ങനെയാണ്? ഒരു വിത്ത് മുളച്ച് വീടുണ്ടാവുമോ? ഒരു കൊമ്പ് കുഴിച്ചിട്ട് തളിർത്ത് വീടുണ്ടാകുമോ? അതോ വേരിൽ നിന്ന് പൊട്ടി മുളച്ചാണോ ഈ വീടുണ്ടാവുക? എങ്ങനെ എങ്ങനെ എങ്ങനെയാന്ന്. അപ്പം എങ്ങനെയൊക്കെയാണ്? തറ പടുക്കണം, തറ നിറയ്ക്കണം, കട്ടിള വെക്കണം, കതകു കൂട്ടണം, ചിന്തേരിട്ടു മിനുക്കിയെടുക്കണം, ചുമരു കെട്ടണം, മേൽക്കൂര വാർക്കണം, ചെത്തിത്തേക്കണം, തറ മിനുക്കണം, പെയിൻ്റടിക്കണം, പത്രാസാക്കണം. വീടുണ്ടാകുവതിങ്ങനെയാ, അങ്ങനെ അങ്ങനെ അങ്ങനെയാ. അപ്പം എന്തെല്ലാം ചെയ്യണം എന്നുള്ളതാണ് ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത്. തറ കെട്ടണം, തറയിൽ മണ്ണ് നിറയ്ക്കണം, കട്ടിള വെക്കണം, ചുമര് കെട്ടണം, മേൽക്കൂര വാർക്കണം, ചെത്തിത്തേക്കണം, തറ മിനുക്കണം, പെയിൻ്റ് അടിക്കണം, പത്രാസാക്കണം. അതും കൂടി ആകുമ്പോഴാണ് നമ്മുടെ വീട് നല്ല പത്രാസിലാവുക അല്ലേ? അപ്പോൾ ഇതൊക്കെ നമുക്കിവിടെ എഴുതി നോക്കാം. ഇനി തണലു തേടി കുഞ്ഞു വീട് താണു പറന്നു. നിറയെ ഇലകളും പൂക്കളുമുള്ള ഒരു തെച്ചി കുഞ്ഞു വീടിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വരി വരിയായി പുളിയുറുമ്പുകൾ. അവ എന്താണ് ചെയ്യുന്നത്? ഇലകൾ തുന്നിച്ചേർത്ത് കൂടുണ്ടാക്കുന്നു. ആ ഉറുമ്പുകൾ എന്താണ് അവിടെ ചെയ്യുന്നത്? ഇലകൾ തുന്നിച്ചേർത്ത് കൂടുണ്ടാക്കുന്നു. ഇലകൾ കൂട്ടി തുന്നി കൂടുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെയൊക്കെ വീട്ടിലെ മുറ്റത്ത് എവിടെയെങ്കിലും മരങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഇലകൾ തുന്നിയ പറഞ്ഞ നൂല് സൂചി എടുത്ത് തുന്നലല്ല, അവരത് ഒട്ടിച്ചൊരു കൂട് പോലെ ആക്കും. വെളുത്ത നൂലാൽ കൊരുത്തെടുത്തത്. അതെന്തിൻ്റെ വീടായിരിക്കും? വെളുത്ത നൂലും കൊണ്ട് കൊരുത്തെടുത്തൊരു വീടുണ്ടല്ലോ. നമ്മൾ ഇതിൽ നൂല് സൂചിയല്ല ഉപയോഗിക്കുന്നത്, പക്ഷെ നൂല് കൊണ്ട് തന്നെ കൊരുത്തെടുക്കുന്ന വീടാണ് ചിലന്തിയുടെ വീട് അല്ലേ? ഇലകൾ തുന്നിക്കൂട്ടിയെടുത്തത് പുളിയുറുമ്പിൻ്റെ വീട് പോലെ കുരുവിയുടെ വീടുമുണ്ട്, ഇലകൾ തുന്നിക്കൂട്ടി എടുക്കുന്നത്. പിന്നെ കാക്ക എന്തുകൊണ്ടാണ് വീടുണ്ടാക്കുന്നത്? ചുള്ളിക്കമ്പുകളും അല്ലേ, പിന്നെ ചകിരി നാരും എല്ലാം ചേർത്താണ് കാക്ക കൂടുണ്ടാക്കുന്നത്. ഓരോ ജീവികളുടെയും വീടുകൾ വ്യത്യസ്തമാണ് അല്ലേ? നമ്മൾ മനുഷ്യരുടെ വീടുകൾ തന്നെ പലതരമുണ്ട്, മറ്റു ജീവികളുടെ വീടുകളും വ്യത്യസ്തമാണ്. നമുക്ക് നോക്കാം, വരികൾ ചേർത്തു പാടാം. ഇലകൾ കൂട്ടിയെടുത്തൊരു കൂട് പുളിയുറുമ്പിൻ കൂടാണ്. വെളുത്ത നൂലാൽ കൊരുത്തെടുത്തത് ചിലന്തി തന്നെ വലയാണ്. ഇലകൾ തുന്നിക്കൂട്ടിയെടുത്തത് ആരുടെയാണ്? കുരുവിക്കുഞ്ഞിൻ കൂടാണ്. ചുള്ളിക്കൊമ്പും നാരും ചേർത്തത് കാക്കപ്പെണ്ണിൻ കൂടാണ്. മനസ്സിലായോ? നല്ല രസമുള്ളൊരു പാഠമാണിത് അല്ലേ? അപ്പോൾ ഓരോ ജീവികളുടെയും കൂട് ഒന്നിനൊന്ന് വ്യത്യസ്തമാണ് എന്ന് നമ്മൾ കണ്ടു. ഓരോ ജീവികളുടെയും വീടുകൾ നമുക്ക് പരിചയപ്പെടാം. ജീവികൾ വാസസ്ഥലം എന്ന ഈ പട്ടിക ഒന്ന് നോക്കൂ. ചിലന്തി വല. പുളിയനുറുമ്പ്, ഇലകൾ കൂട്ടിച്ചേർത്തുണ്ടാക്കുന്ന കൂട്. കാക്ക, ചുള്ളിക്കൊമ്പുകളും നാരുകളും ഉപയോഗിച്ചുണ്ടാക്കുന്ന കൂട്. ഉറുമ്പ്, മണ്ണ് ഉപയോഗിച്ചുണ്ടാക്കുന്ന ഉറുമ്പുപുറ്റ്. അണ്ണാൻ, മരപ്പൊത്തുകൾ, മരച്ചില്ലകളിൽ പുല്ലും ഇലകളും വെച്ചുണ്ടാക്കുന്ന കൂടുകൾ. ഇവ രണ്ടിലും അവർ താമസിക്കും. പാമ്പ്, മാളങ്ങൾ, കല്ലിടുക്കുകൾ, മരപ്പൊത്തുകൾ. പാമ്പിൻ്റെ താമസ സ്ഥലങ്ങൾ കണ്ടില്ലേ? സിംഹം, ഗുഹ. വവ്വാലിനും ഗുഹകളുണ്ട് കേട്ടോ. ഇരുട്ട് നിറഞ്ഞ സ്ഥലങ്ങൾ വവ്വാലിന് ഇഷ്ടമാണ്. പിന്നെ മരപ്പൊത്തുകളിൽ താമസിക്കും, അതുപോലെ മരക്കൊമ്പത്തിൽ തൂങ്ങിക്കിടക്കും അല്ലേ? പിന്നെ പഴയ കെട്ടിടങ്ങളിലും താമസിക്കും. മുയൽ, മണ്ണിനടിയിൽ തുരങ്കങ്ങളുണ്ടാക്കി നിർമ്മിക്കുന്ന മാളങ്ങൾ. മണ്ണിനടിയിൽ ചെറിയ മാളങ്ങൾ മാത്രം ഉണ്ടാക്കിയാൽ മുയലിന് താമസിക്കാൻ പറ്റില്ല. മുയലിൻ്റെ മാളത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ നല്ല വിശാലമായ ഇതുണ്ടായിരിക്കും, അതാണ് തുരങ്കം. മരം കൊത്തി, മരങ്ങളിൽ കൊത്തി ഉണ്ടാക്കുന്ന പൊത്തുകൾ. ഓക്കെ. കുഞ്ഞു വീട്. കാഴ്ചകളൊക്കെ കണ്ട് നടന്ന് ക്ഷീണിച്ചു.
കുഞ്ഞു വീട് നന്നേ ക്ഷീണിച്ചു. വഴി അറിയാതെ കുഞ്ഞു വീടും കാറ്റും വട്ടം ചുറ്റി. കുഞ്ഞു വീടിനും അറിയുന്നില്ല ഇനി തിരിച്ചു പോകേണ്ട വഴി, കാറ്റിനും അറിയുന്നില്ല. പിന്നീട് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? ഒരു മലയുടെ നെറുകിൽ കയറി കുടി പാർക്കാൻ നോക്കി വീട്. അരുതെന്നു വിലക്കി മലയും ഉരുൾപൊട്ടാനിടയുണ്ടേ. കുഞ്ഞു വീട് അവസാനം എന്ത് വിചാരിച്ചു? ഒരു മലയുടെ മുകളിൽ കയറി അവിടെ താമസിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ മല പറഞ്ഞു, വേണ്ട, അരുത്, ഇവിടെ താമസിക്കണ്ട. എന്താ കാരണം? ഇങ്ങനെയുള്ളിടത്ത് ഉരുൾപൊട്ടാനിടയുണ്ട്. ഉരുൾപൊട്ടൽ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഈ മലയുടെ ഉള്ളിൽ നിന്ന് പൊട്ടി കല്ലും മണ്ണും വെള്ളവും ഒക്കെ വന്ന് ഈ വീടും അതിനടുത്തുള്ള സാധനങ്ങളൊക്കെ നശിക്കുന്നത് നമ്മൾ കണ്ടു അല്ലേ? വയനാടൊക്കെ ഉരുൾപൊട്ടൽ ഉണ്ടായതിൻ്റെ വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോഴും അത് നമ്മുടെ യൂട്യൂബിലൊക്കെ കിടക്കുന്നുണ്ടാവും. ഗൂഗിളിൽ നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ പറ്റും. അപ്പോൾ പിന്നെന്ത് ചെയ്തു? ഒരു പുഴയുടെ തീരം കണ്ടു, കുടി പാർക്കാൻ ചെന്നു വീട്. അരുതെന്നു വിലക്കി പുഴയും മഴ പെയ്താൽ കര കവിയും ഞാൻ. അപ്പോൾ ഒരു പുഴയുടെ അടുത്ത് പോയിട്ട്, അപ്പോൾ കുന്നിൻ്റെ മുകളിൽ താമസിക്കാൻ പറ്റില്ല എന്ന് മല പറഞ്ഞപ്പോൾ വീട് പുഴയുടെ തീരത്തേക്ക് വന്നു. അവിടെ താമസിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ പുഴ പറഞ്ഞു, അരുത്, ഇവിടെ താമസിക്കരുത്. മഴ പെയ്താൽ വെള്ളം ഇതിനേക്കാൾ കര കവിഞ്ഞൊഴുകും. ഈ കര നിങ്ങൾ കാണുന്ന ഈ കരയൊക്കെ കവിഞ്ഞൊഴുകും. അതുകൊണ്ട് ഇവിടെ താമസിക്കണ്ട. കാടിൻ്റെ നടുക്കൊരു ദിക്കിൽ വൃക്ഷങ്ങൾക്കിടയിൽ ചെന്ന് കുടി പാർക്കാൻ നോക്കി വീട്. അരുതെന്നു വിലക്കി കാട്. കാടിൻ്റെ നടുവിലും വീട് വെക്കരുത് എന്നാണ് പറയുന്നത്. എന്താണ് അവിടെയും വെക്കരുത് എന്ന് പറഞ്ഞത്? ഇപ്പോൾ പുഴയാണെങ്കിൽ പുഴ വെള്ളം നിറഞ്ഞ് വീടൊക്കെ അതിൽ ഒലിച്ചു പോകും. മലയുടെ മുകളിലാണെങ്കിൽ ഉരുൾപൊട്ടലുണ്ടായി വീട് നശിക്കും. കാടിൻ്റെ നടുവിൽ എന്തായിരിക്കും പ്രശ്നം? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കാടിൻ്റെ നടുവിൽ എന്ന് പറഞ്ഞാൽ കാറ്റിലും മഴയിലും വലിയ മരങ്ങൾ വീണ് വീട് നശിക്കാൻ സാധ്യതയുണ്ട് എന്ന് കരുതിയിട്ടാകും കാട് അങ്ങനെ പറഞ്ഞത് അല്ലേ? വീട് വെക്കരുത്, ഇവിടെ വീട് വെക്കരുതെന്ന് പുഴ പറയാൻ കാരണം എന്താണ്? മഴ പെയ്താൽ പുഴ നിറഞ്ഞ് കവിയും, കരയിലുള്ള വീടിനൊക്കെ എടുത്തോണ്ട് പോകും വെള്ളം അല്ലേ? അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. പുഴ അത് കൂടെയൊക്കെ ഒഴുകി പ്രളയം വന്നപ്പോൾ നിങ്ങൾ കണ്ടതുണ്ടോ? ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ ഗൂഗിൾ നോക്കി നിങ്ങൾ ആ ചിത്രങ്ങളൊക്കെ ഒന്നുകൂടി കാണുക. അപ്പോൾ ഇങ്ങനെയുള്ള അപകടമുള്ള സ്ഥലങ്ങളിലൊന്നും നമ്മൾ വീട് കെട്ടി താമസിക്കാൻ പാടില്ല. അതിനുശേഷം നമ്മൾ വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? ഇപ്പോൾ വീടുണ്ടാക്കുമ്പോൾ തന്നെ അതിന് യോജിച്ച സ്ഥലം വേണം നമ്മൾ കണ്ടെത്താൻ. മലയുടെ മുകളിലോ പുഴയുടെ തീരത്തോ വൃക്ഷങ്ങളുടെ നടുവിലോ വീട് വെക്കരുത് കേട്ടോ. മലയുടെ മുകളിൽ കുടിപാർക്കാൻ നോക്കിയ വീടിനോട് മല പറഞ്ഞത് എന്താണ്? എന്താ മല പറഞ്ഞത്? ഇവിടെ വീട് വെക്കരുത്, ഉരുൾപൊട്ടാൻ ഇടയുണ്ട്. മനസ്സിലായില്ലേ? പറന്ന് 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 അവർ ചെന്നെത്തിയത് ഒരു സ്കൂൾ മുറ്റത്ത്. ഇനി മുന്നോട്ട് ഒരടി വയ്യ. കുഞ്ഞു വീടിനെ കാണാതായ സങ്കടത്തിലാണ് യാമി സ്കൂളിലെത്തിയത്. മുറ്റത്തെ ആരവം കേട്ട് അവൾ അങ്ങോട്ടോടി. എന്തൊരു അത്ഭുതം! മുറ്റത്ത് അതാ കുഞ്ഞു വീട്. കുട്ടികൾ കൗതുകത്തോടെ വീട് തൊട്ടു നോക്കി, തള്ളി നോക്കി. വീടിന് ചുറ്റും കുട്ടിക്കൂട്ടം ആർത്ത് രസിച്ചു. അവളും അവരോടൊപ്പം കൂടി. അവർ വരാന്തയിലും ഇടനാഴിയിലും അടുക്കളയിലും ഊണുമുറിയിലും കയറി ഇറങ്ങി കളി തുടങ്ങി. പല പല നിറങ്ങളിലുള്ള ബലൂണുകൾ വീർപ്പിച്ച് ജനലുകളിലും വരാന്തയിലും കെട്ടി പാട്ടും കളികളുമായി കുഞ്ഞു വീടിന് വരവേൽപ്പ് നൽകി. നോക്കൂ, കുഞ്ഞു വീടിന് വഴിതെറ്റി അവസാനം കുഞ്ഞു വീട് എവിടെയാണ് എത്തിയത്? ഒരു സ്കൂളിലാണ്. ഇനി അവിടുന്ന് ഒരടി പോലും നടക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് വീട് അവിടെ നിന്നു. അപ്പോൾ കുട്ടികളുടെ ഒരു സന്തോഷം കണ്ടില്ലേ? അവർ വീടിനെ അലങ്കരിച്ചു. അതുപോലെ തന്നെ ആർപ്പും വിളികളുമായി വീടിനുള്ളിലും അടുക്കളയിലും വരാന്തയിലും ഒക്കെ ഓടിക്കളിച്ച് അങ്ങനെ വീടിന് വളരെ സന്തോഷമായി. നിങ്ങളുടെ സ്കൂൾ മുറ്റത്തേക്കാണ് കുഞ്ഞു വീട് വന്നതെങ്കിലോ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? എഴുതി നോക്കാം. നിങ്ങളുടെ സ്കൂളിൻ്റെ മുറ്റത്തേക്കാണ് വന്നതെങ്കിൽ ഇതൊക്കെ തന്നെയല്ലേ നിങ്ങളും ചെയ്യാം അല്ലേ? വീടിൻ്റെ എല്ലാ മുറികളിലും കയറി ഇറങ്ങി കളിക്കും.
ആർത്തു വിളിച്ച് ശബ്ദമുണ്ടാക്കും, അല്ലേ? പിന്നെ ഓരോ ഭാഗത്തു കൂടിയും ചാടി കയറി ഇറങ്ങും. ബലൂണുകൾ കെട്ടി വർണ്ണക്കടലാസ് കൊണ്ടും എല്ലാം കൊണ്ടും വീടിനെ മനോഹരമാക്കും. വീടിൻ്റെ വരാന്തയിൽ നമുക്ക് പൂച്ചട്ടികൾ വെക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്കും ചെയ്യാം, അല്ലേ? ശബ്ദം എന്ന വാക്കിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പദം കണ്ടെത്താം. ആരവം. ശബ്ദം എന്ന വാക്കിന് പകരം ഉപയോഗിച്ച വാക്കെന്താണ്? ആരവം. ഒരടി വയ്യ എന്ന പ്രയോഗം കൊണ്ട് എന്താണ് സൂചിപ്പിക്കുന്നത്? അത്രയും ക്ഷീണിച്ചു എന്നാണ്. ഒരടി നടക്കാൻ വയ്യ, അത്രയും ക്ഷീണിച്ചു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അടിവരയിട്ട പദത്തിനു പകരം പാഠത്തിൽ നിന്ന് കണ്ടെത്തി എഴുതാം. പാട്ടും കളികളുമായി കുഞ്ഞു വീടിന് സ്വീകരണം നൽകി. സ്വീകരണം എന്ന വാക്കിന് പകരം ഏതാണ് ഉപയോഗിച്ചിട്ടുള്ളത്? വരവേൽപ്പ് നൽകി. വരവേൽപ്പ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി ഈ പാഠത്തിൻ്റെ ബാക്കി കുറച്ച് ഭാഗങ്ങൾ കൂടി അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോയ്ക്ക് ലൈക്ക് നൽകാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.